ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഓൾറെഡി ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് യൂസ് ചെയ്യുന്ന സർക്യൂട്ട് സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. തെവനിൻ, നോർട്ടൺ, സൂപ്പർ പൊസിഷൻ, മാക്സിമം പവർ ട്രാൻസ്ഫർ, റെസിപ്രോസിറ്റി, ഇത്രയും തിയറംസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് യൂസ് ചെയ്യുന്ന സർക്യൂട്ട്സ് നമ്മൾ സോൾവ് ചെയ്തു. ഇനി ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് ആണ് വരുന്നത്. ഡിപ്പെൻഡൻറ്റ് എന്ന് പറഞ്ഞ മീനിങ് എന്താണെന്നൊക്കെ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് വരുന്ന പ്രോബ്ലംസ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരുമ്പം നമ്മൾ എങ്ങനെയാണ് തെവനിൻ ഇക്വലൻ്റ് കണ്ടുപിടിക്കുന്നത്, അതുപോലെ നോർട്ടൺസ് ഇക്വലൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് പഠിക്കുന്നത്. അതുപോലെ നമ്മൾ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് പഠിച്ചാണ്. സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ തെവനിൻ ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? തെവനിൻ ഇക്വലൻ്റ് എന്ന് പറയുന്നത് തെവനിൻസ് വോൾട്ടേജ് VTH ആൻഡ് എ സീരീസ് റെസിസ്റ്റൻസ് എന്താണ് RTH. അതാണ് തെവനിൻ ഇക്വലൻറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം ഒരു വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സോഴ്സ് ആൻഡ് പ്രാക്ടിക്കൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആൻഡ് സീരീസ് റെസിസ്റ്റൻസ് ആണ്. ദെൻ ഇങ്ങനെയുള്ളൊരു സർക്യൂട്ടിനെ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക എന്തായിട്ട്? കറണ്ട് സോഴ്സായിട്ട് മാറ്റുകയാണ്. അങ്ങനെ കറണ്ട് സോഴ്സായിട്ട് മാറ്റുമ്പം കറണ്ട് സോഴ്സ് എൻ്റെ പാരലൽ റെസിസ്റ്റൻസ് ആണ് വരുന്നത്. നമ്മൾ പഠിച്ചാണ്. എങ്ങനെ വരും? ഒരു കറണ്ട് സോഴ്സ് ആൻഡ് എ പാരലൽ റെസിസ്റ്റൻസ്. ഇവിടെ പറഞ്ഞ എന്താ? ഈ ഇരിക്കുന്ന റെസിസ്റ്റൻസ് എന്ത് തന്നെയായിരിക്കും? സോഴ്സിൻ്റെ റെസിസ്റ്റൻസ് തന്നെയായിരിക്കും. ദിസ് കറണ്ട് നമ്മൾ നോർട്ടൺ ഇക്വലൻ്റ് വരയ്ക്കുന്ന സർക്യൂട്ട് തന്നെ. IN എന്ന് പറയുന്ന കറണ്ട് എന്തായിരിക്കും? RTH എന്ന് പറയുന്നത് RN തന്നെയാണ്. IN എന്ന് പറയുന്ന കറണ്ട് എന്തായിരിക്കും? VTH ബൈ RTH. അങ്ങനെയാണെങ്കിലാണ് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ നടക്കൂ എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം. വോൾട്ടേജ് സോഴ്സ് ആൻഡ് സീരീസ് റെസിസ്റ്റൻസിനെ നമുക്ക് ഒരു കറണ്ട് സോഴ്സ് ആൻഡ് പാരലൽ റെസിസ്റ്റൻസ് ആയിട്ട് മാറ്റാം. എപ്പോഴാണ്? സോഴ്സിൻ്റെ കറണ്ട് എന്ന് പറയുന്നത് VTH ബൈ RTH ആണെങ്കിൽ. നമുക്കറിയാം തെവനിൻ ഇക്വലൻ്റ് റെസിസ്റ്റൻസും നോർട്ടൺ ഇക്വലൻ്റ് റെസിസ്റ്റൻസും ഒരേ മെത്തേഡിലാണ് കണ്ടുപിടിക്കുന്നത്. സോ RTH ഇസ് ഈക്വൽ ടു RN ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ തെവനിൻ ഇക്വലൻറ്റിൻ്റെ ഏതും ആണ് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാവുന്നത്. തെവനിൻ ഇക്വലൻ്റ് ആണെങ്കിൽ ആ സർക്യൂട്ട് കണ്ടുപിടിച്ചിട്ട് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ വഴി നോർട്ടൺസ് ഇക്വലൻ്റ് സർക്യൂട്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇവിടെ തെവനിൻ ആൻഡ് നോർട്ടൺ ഒരുമിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ പ്രോബ്ലം നിങ്ങൾ നോക്കുക. ഇവിടെ ഒരു പ്രോബ്ലത്തിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നോക്കി. ഇത് കണ്ടോ? ഒരു സർക്കിളിനകത്ത് കാണിച്ചിരിക്കുന്നത് ഇതെന്ത് ടൈപ്പ് സോഴ്സാണ്? ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ്. പിന്നെ നമുക്കറിയാം റെസിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ വരച്ചിരിക്കുന്നത് ഇതെന്ത് ടൈപ്പ് സോഴ്സാണ്? ഇറ്റ് ഈസ് നോൺ ആസ് എ ഡിപ്പെൻഡൻറ്റ് സോഴ്സ്. ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഒരു ഡയമണ്ട് ഷേപ്പിനകത്താണ് സോഴ്സിനകത്ത് മാർക്കിങ്സ് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ ഡിപ്പെൻഡൻറ്റ് സോഴ്സ്. ഇനി ഇത് കറണ്ട് സോഴ്സ് ആണോ വോൾട്ടേജ് സോഴ്സ് ആണോ എന്നറിയാൻ ഇതിൽ ഡയറക്ഷൻ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറണ്ട് സോഴ്സ് ആയിരിക്കും. അല്ല ഇങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് വോൾട്ടേജ് സോഴ്സാണ്. അപ്പോൾ ഇവിടെ പ്രോബ്ലത്തിൽ ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഇതൊരു കറണ്ട് സോഴ്സാണ്. ഇനി ഈ കറണ്ട് സോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് നോക്കണം. എന്തിനെ ഡിപ്പെൻഡ് ചെയ്താൽ മീൻസ് ഈ കറണ്ട് സോഴ്സ് തരുന്നത് കറണ്ടാണ്. ദിസ് കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ എന്താ? ഒന്നുകിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലെ കറണ്ടിനെയോ ഏതെങ്കിലും ഒരു വോൾട്ടേജിനെയോ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പം നമുക്കത് എവിടെ നിന്ന് മനസ്സിലാവും? ഇവിടെ കണ്ടില്ലേ, ഇവിടെ എഴുതിയിട്ടുണ്ട് 0.1 ഇൻറ്റു VX. ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു VX എന്ന് പറയുന്ന വോൾട്ടേജിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. VX മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഔട്ട്പുട്ട് ടെർമിനലിലെ വോൾട്ടേജാണ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൻ്റെ തെവനിൻ ഇക്വലൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരികയാണെങ്കിൽ നമ്മൾ പഠിച്ച മെത്തേഡിൽ നമുക്ക് RTH RN അല്ലെങ്കിൽ RTH കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ RTH കണ്ടുപിടിക്കാൻ ഫോർ എ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉള്ളൊരു പ്രോബ്ലത്തിൽ RTH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് RTH അല്ലെങ്കിൽ RN രണ്ടും ഈക്വലാണ്. ഇസ് ഈക്വൽ ടു VOC ഡിവൈഡഡ് ബൈ ISC. VOC എന്ന് പറയുന്നത് ഇസ് ദ ഓപ്പൺ സർക്യൂട്ട് ടെർമിനൽ വോൾട്ടേജ്. നമ്മുടെ ലോഡ് അല്ലെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ബ്രാഞ്ചിലെ ലോഡിൻ്റെ കറണ്ട് അല്ലെങ്കിൽ RL എന്നൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ടെർമിനലിനെ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന വോൾട്ടേജാണ് VOC. തെവനിൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്താ വിളിക്കുക? VTH എന്നാണ് വിളിക്കുന്നത്. VTH ഈസ് ദ ഓപ്പൺ സർക്യൂട്ട് ലോ ടെർമിനൽ വോൾട്ടേജ് ആണ്. സോ VOC എന്ന് ഇവിടെ പറയുന്നത് VTH തന്നെയാണ്. ദെൻ ISC എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഓഫ് ദിസ് ടെർമിനൽ. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഡ് ടെർമിനൽ ഇതാണ്. ഈ ലോഡ് ടെർമിനലിനെ ഷോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കറണ്ട് ISC. നമ്മൾ നോർട്ടൺസ് ചെയ്യുമ്പോൾ ചെയ്തതാണ്. ISC ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് നോർട്ടൺസ് കറണ്ട്.
ക്ലിയർ ആയോ? അപ്പം തെവനിൻ ഇക്വലൻറ്റ് ഓർ നോർട്ടൺ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ വാല്യൂ ആണ്. ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വന്നാൽ എങ്ങനെ അത് കണ്ടുപിടിക്കുന്നത്? VOC/ISC വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? VOC മീൻസ് VTH ഡിവൈഡ് ബൈ ISC ഈസ് IN. ക്ലിയർ ആണല്ലോ? അപ്പം ഇത്രയും കാര്യമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് തെവനിൻ ഇക്വലൻറ്റ് ഇപ്പോൾ പ്രോബ്ലത്തിൽ തെവനൈസ് ചെയ്യാനാണ്, തെവനിൻ ഇക്വലൻ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ തെവനിൻസ് വോൾട്ടേജ് തെവനിൻ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച് സീരീസിൽ കണക്ട് ചെയ്യാം. നോർട്ടനാണ് ചോദിക്കുന്നതെങ്കിൽ IN ആൻഡ് RTH അല്ലെങ്കിൽ RN കണ്ടുപിടിക്കാം, പാരലൽ കണക്ട് ചെയ്യാം. അപ്പം ഇവിടെ നമ്മൾ തെവനൈസ് ചെയ്യുവാണ് ഈ സർക്യൂട്ടിനെ. സോ ഈ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. RTH or RN is VOC/ISC എപ്പോഴാണ്? if a dependent source is present in the circuit. ദെൻ ഇവിടെ മനസ്സിലാക്കാമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. VOC എന്ന് പറയുന്നത് തെവനിൻ വോൾട്ടേജ്, ISC is IN. സോ RTH എന്ന് പറഞ്ഞാൽ VTH/IN എന്ന് എഴുതാം. അപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് ടെർമിനൽ VX ആണ്. സോ VTH അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ടെർമിനലിൻ്റെ പൊട്ടൻഷ്യൽ VOC = VX ആണ്. ഇനി ഇവിടെ നോഡ് അനാലിസിസ് ആണ് ചെയ്യുന്നത്. ഏത് സർക്യൂട്ടിൻ്റെ നോഡ് അനാലിസിസാണ് ചെയ്യുന്നത്? ഈ ഫസ്റ്റ് സർക്യൂട്ട്, അതായത് ഈ ഓപ്പൺ സർക്യൂട്ട് ചെയ്തിരിക്കുന്ന ടെർമിനലിൻ്റെ ഈ ഒരു പൊട്ടൻഷ്യൽ VX VOC ആണ് അല്ലെങ്കിൽ VTH ആണ് VX എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിന്നൊരു 4 വോൾട്ട് ഉണ്ട്. സോ അവിടെ നിന്നൊരു കറണ്ട് ഫ്ലോ ഉണ്ട്. ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ആണ്. സോ കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ബട്ട് ഇവിടെ ഈ ടെർമിനൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഓപ്പൺ സർക്യൂട്ട് ടെർമിനൽ. സോ ഈ വരുന്ന കറണ്ട് എന്ന് പറയുന്നത് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യില്ല, ബിക്കോസ് ഇവിടെ ഓപ്പൺ ആണ്. ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എലമെൻറ്റ് വെച്ചിട്ട് ആ പാത്ത് ക്ലോസ്ഡ് ആണെങ്കിൽ മാത്രമേ കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും മനസ്സിലാക്കണം. ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ട്. ദെൻ ഈ കറണ്ടിന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യാനോ ഇവിടെ നിന്ന് ഇങ്ങോട്ടോ ഫ്ലോ ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ഈ വഴി എന്ന് പറയുന്നത് ഓപ്പൺ ആണ്. ഓപ്പൺ സർക്യൂട്ട് ടെർമിനലാണിത്. അപ്പം ഇത് ക്ലോസ്ഡ് ആയത് ഏതെങ്കിലും ഒരു മെത്തേഡിൽ ക്ലോസ് ആയാൽ മാത്രമേ ആ കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. അതർവൈസ് ദർ ഇസ് നോ കറണ്ട്. ഈ ബ്രാഞ്ചിൽ കറണ്ട് ഉണ്ടാവും, ഇതിലും കറണ്ട് ഉണ്ടാവും, പക്ഷേ ഈ ഒരു ബ്രാഞ്ചിൽ കറണ്ട് കാണത്തില്ല. സോ നമുക്ക് എന്ത് മനസ്സിലാകാം? ഈ ഒരു പൊട്ടൻഷ്യൽ VX എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും ഈ ഒരു ടെർമിനലിലെ പൊട്ടൻഷ്യൽ. ഇതൊക്കെ ബേസിക് ഇലക്ട്രിക്കലാണ്. ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇവിടെ കറണ്ട് ഫ്ലോ ഇല്ലെങ്കിൽ അവിടെ ഒരു കറണ്ട് ഡ്രോപ്പ് കാണില്ല. സോ ഈ VX തന്നെയായിരിക്കും ഈ ടെർമിനലിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ നമുക്ക് VTH എന്നോ VOC എന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ നോഡിലെ കറണ്ടിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കിക്കേ. കറണ്ടിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതും? ഈ നോഡിൽ നിന്ന് നമ്മൾ നോഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നോഡിൽ നിന്ന് പുറത്തേക്ക് കറണ്ട് ഫ്ലോ ആണെന്നുള്ള അസംഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇതിനെ നമ്മൾ പൊട്ടൻഷ്യൽ VX എന്ന് വിളിക്കുന്നു, ബിക്കോസ് ഈ ഒരു ബ്രാഞ്ചിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഇത് VX എന്ന് എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ കറണ്ട് ഫ്ലോ ഇങ്ങനെയാണെന്ന് എടുക്കുന്നു. ഇവിടുത്തെ കറണ്ട് ഓൾറെഡി ഡയറക്ഷൻ തന്നിട്ടുണ്ട് 0.1 VX. നോഡിലേക്കാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ഈ വോൾട്ടേജ് എങ്ങനെ എഴുതും? VX -4. ഈ ഒരു ലൂപ്പാണ് ഞാൻ എടുക്കുന്നത്. ഇതിങ്ങനെ ഗ്രൗണ്ട് ചെയ്യുകയാണ്. അപ്പം VX -4 ഡിവൈഡഡ് ബൈ എത്ര ഓംസാണ്? 2 ഓം. VX -4/2. VX ഇതാണ്, -4 ഡിവൈഡഡ് ബൈ 2. അതാണ് അവിടുത്തെ കറണ്ട്. കറണ്ട് ഇവിടുന്ന് നോഡിൽ നിന്ന് പുറത്തേക്കാണെന്നാണ് അസംഷൻ. ദെൻ ഇവിടുത്തെ കറണ്ട് എങ്ങനെയാണ്? കറണ്ട് ഡയറക്ഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 0.1 VX. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഇത് പുറത്തേക്കായതുകൊണ്ടാണ് പ്ലസ് ഇങ്ങനെ എഴുതി. VX -4/2. ഇത് അകത്തേക്കാണ്. സോ -0.1 VX വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടോട്ട് കറണ്ട് ഇല്ല. സോ വിച്ച് ഈസ് ഈക്വൽ ടു 0. ക്ലിയർ ആയോ? കണ്ടോ? VX -4/2 -0.1 VX is equal to 0. ഇത് സോൾവ് ചെയ്യുമ്പം VXൻ്റെ വാല്യൂ കിട്ടും. VX is equal to എന്താ? നത്തിങ് ബട്ട് VOC തന്നെയാണ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് VTH. അപ്പം നമുക്ക് VTH കിട്ടി. ഇനി നമുക്ക് RTHൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ RNൻ്റെ ഇക്വേഷൻ എന്താ? VOC/ISC ആണ്. അപ്പോൾ നമുക്ക് VOC കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം? ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അല്ലെങ്കിൽ നോർട്ടൺസ് കറണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ISC എങ്ങനെ കിട്ടും എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ISC എന്ന് പറഞ്ഞാൽ എന്താ? ISC എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്യൂട്ടൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ നമ്മുടെ VXൻ്റെ ഓപ്പൺ സർക്യൂട്ട് ടെർമിനലിനെ അങ്ങ് ഷോർട്ട് ചെയ്തു. കണ്ടോ? ISC എന്ന് പറയുന്ന കറണ്ടും മാർക്ക് ചെയ്തു. അവിടുത്തെ ടെർമിനലിലെ പൊട്ടൻഷ്യൽ VX എന്ന് അവർ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് എ ഷോർട്ട് സർക്യൂട്ട് ടെർമിനൽ. ഫോർ VX is equal to 0.
അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഷോർട്ട് സർക്യൂട്ടഡ് ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതുകൊണ്ടാണല്ലോ അത് ഷോർട്ടാണെന്ന് പറയുന്നത്. Vx=0 ആണ്. അപ്പം AB എന്ന് പറയുന്ന ടെർമിനലിനെ ഷോർട്ട് ചെയ്തിട്ടാണ് ISC എന്ന് പറയുന്ന കറണ്ട് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും നോഡ് ഇക്വേഷൻ എഴുതണം. അപ്പം നമുക്കിവിടെ ഒരു അൺനോൺ വോൾട്ടേജ് ആണ് V എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ജസ്റ്റ് ചുമ്മാ മാർക്ക് ചെയ്തു V എന്ന്. നിങ്ങൾക്ക് V1 V2 എന്ത് വേണമെങ്കിലും മാർക്ക് ചെയ്യാം. അപ്പോൾ V എന്ന് ജസ്റ്റ് ഇവിടെ പ്രോബ്ലത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ നോഡിൻ്റെ വോൾട്ടേജ് എഴുതാൻ മാത്രമേ അറിയേണ്ടുള്ളൂ എന്ന് മനസ്സിലായല്ലോ. അപ്പം ഇവിടെ നമുക്ക് അഗെയിൻ നോഡ് ഇക്വേഷൻ എഴുതാം. ഇവിടെ നിന്ന് കറണ്ട് ഫ്ലോ ഇങ്ങോട്ടാണ്. ഈ കറണ്ട് ഓൾറെഡി ഡയറക്ഷൻ അപ്വേർഡാണ്, നോഡിലേക്കാണ്. അപ്പോൾ ഇവിടെ ഇനി കറണ്ട് ഉണ്ടോ? ഈ ഒരു 3 ഓമിൽ ഇനിയും കറണ്ട് ഉണ്ടോ? കറണ്ട് ഉണ്ട്. ബിക്കോസ് ഇവിടുത്തെ വഴി അടച്ചിട്ടുണ്ട്. ഏതാ? ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതുവഴി കറണ്ട് ഫ്ലോ ഉണ്ട്. തൊട്ട് മുന്നേ നമ്മൾ ആ കറണ്ട് ഫ്ലോ എടുക്കത്തില്ല, അവിടെ ഓപ്പൺ സർക്യൂട്ടഡ് ആയതുകൊണ്ട്. ഈ സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ടഡ് ലോ ടെർമിനലാണ്. സോ കറണ്ട് ഫ്ലോ ഈസ് ദെയർ. അപ്പം ആ ഒരു നോഡിൻ്റെ കറണ്ടിൻ്റെ നോഡ് ഇക്വേഷൻ എഴുതുകയാണ്. എങ്ങനെ വരും ആ നോഡിൻ്റെ ഇക്വേഷൻ? ഇതാണ് V എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ. ഈ കറണ്ട് എഴുതിക്കുക ആദ്യം. V-4/2 അതാണ് റെസിസ്റ്റൻസ്. V-4/2. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് കറണ്ട് അപ്വേർഡ് നോഡിലേക്കാണ്. ദാറ്റ് ഇസ് -0.1 Vx. ദെൻ അടുത്ത കറണ്ട് ഏതാ? ഈ കറണ്ടാണ് നോഡിൽ നിന്ന് പോകുന്നതായിട്ട്. നമുക്ക് അൺനോൺ കറണ്ട്സ് എല്ലാം നോഡിൽ നിന്ന് പോകുന്നതായിട്ടാണ്. സോ ഇവിടെ എന്തെങ്കിലും വോൾട്ടേജ് സോഴ്സ് ഈ വഴിയിലുണ്ടോ? ഇല്ല, ഷോർട്ട് സർക്യൂട്ടഡ് ആണ്. സോ V/3 = 0. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ Vx 0 ആണ് ഇവിടെ ഷോർട്ട് സർക്യൂട്ടഡ് ആയതുകൊണ്ട്. സോ ഇത് അഗെയിൻ അപ്പോൾ നമുക്ക് ഈ 0.1 വെച്ചാൽ ഡിപ്പെൻഡൻറ്റ് സോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഇവിടെയാണ് വരുന്നത്. ദിസ് കറണ്ട് സോഴ്സ് ഏത്? 0.1 × Vx ആണ് അതിൻ്റെ വാല്യൂ. Vxൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ്? ദിസ് ഈസ് എൻ ഷോർട്ട് സർക്യൂട്ടഡ് ടെർമിനൽ. ഷോർട്ട് സർക്യൂട്ടഡ് ടെർമിനൽ വരുമ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. Vx = 0 വോൾട്ടാണ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പം. സോ ഈ കറണ്ട് സോഴ്സ് അപ്ലൈ ചെയ്യുന്ന കറണ്ട് എന്തായി? 0.1 × Ex ആണ്. 0.1 × 0 ആണ്. സോ ആ ടെർമിനൽ 0 ആയി. ക്ലിയർ ആണല്ലോ. സോ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് വിയുടെ വാല്യൂ 2.4 വോൾട്ടാണ്. അപ്പം നമുക്ക് വിയുടെ വാല്യൂ ഇത് സോൾവ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്ര കിട്ടുന്നതെന്ന്. 2.4 വോൾട്ട്സ് എന്നാണ് വന്നത്. അപ്പം Vx 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുവാണ്. സോ ഈ ടെർമിനലില്ല. ടേമില്ല. V-4/2 + V/3 സോൾവ് ചെയ്ത് നോക്കുക എത്ര കിട്ടുന്നതെന്ന്. ദെൻ ഇനി നമുക്ക് അപ്പോൾ വിയുടെ വാല്യൂ കിട്ടി. നമുക്ക് വേണ്ടത് എന്താ? ISC അല്ലയോ വേണ്ടത്? ISC എങ്ങനെ കിട്ടും? ISCയുടെ ഇക്വേഷൻ എന്താ? ഈ കറണ്ട് എന്ന് പറയുന്നത് എന്താ? ഈ കറണ്ടാണ്. ദാറ്റ് ഈസ് V/3. സോ V/3 = 2.4/3. അപ്പോൾ നമുക്ക് VOC ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, ISCയും കിട്ടി. സോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് RTH. RTH എന്ന് പറയുന്നത് VOC/ISC ആണ്. സോ യു വിൽ ഗെറ്റ് ദ വാല്യൂ. VTH ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. തെവെനിൻ ഇക്വലൻറ്റ് മീൻസ് VTH ആൻഡ് RTH ഇൻ സീരീസ്. ദെൻ നോർട്ടൺ ഇക്വലൻ്റ് ആണ്. നമുക്ക് നോർട്ടൺസ് തിയറം ആണ് അല്ലെങ്കിൽ നോർട്ടൺ ഇക്വലൻ്റാണ് ചോദിച്ചെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല, ഭയങ്കര ഈസിയാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. നോർട്ടൺസ് കറണ്ട് ആണ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച ISC. അതിവിടെ എഴുതുക, പാരലായിട്ട് RN കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ കൺവേർട്ട് ചെയ്താൽ മാത്രം മതി. VTH/RTH ആണ് ഈ IN എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ.